അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത്തം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ സംസാരം ടിവിയുടെ പുതിയൊരു പ്രോഗ്രാം. ഇതില് ഒരു ഞാൻ മതം വിട്ടു എന്ന് പറഞ്ഞു കിടക്കുന്ന കുറെ ആളുകളുണ്ടല്ലോ. ഇപ്പോൾ കേരളത്തിലെ കുറച്ച് വരുമാന മാർഗ്ഗമാണ് ഇപ്പോൾ അത്. ഞാനും മുസ്ലിം ആണെന്ന് പറഞ്ഞു കിടക്കലൊക്കെ ഒരു വരുമാന മാർഗ്ഗമാണ്. കേരളത്തിൽ മാത്രമല്ല കേട്ടോ, ലോകം മുഴുവനും ആൾക്കാർ അത്യാവശ്യം പൈസ ഉണ്ടാക്കാൻ നോക്കുന്ന ഒരു ഫീൽഡാണിത്. കാരണം ഇസ്ലാമോ ഫോബിയ യൂസ് ചെയ്തുകൊണ്ട് നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ നുണയും വർഗീയതയും പറഞ്ഞുകൊണ്ട് എങ്ങനെയാണ് ആൾക്കാർക്ക് കിടന്നുറങ്ങാൻ പറ്റുന്നത് എന്നുള്ളത്. പൈസ ഉണ്ടാക്കുമ്പോൾ ഒരു നാണോ മാനോ വേണ്ടേ, പണിയെടുത്തുണ്ടായിക്കൂടെ അല്ലെ? ഒരു ആരോഗ്യത്തോടു കൂടി എന്തോ ഒരു പണി നാട്ടിലുണ്ട്, ഈ ബംഗാളികൾ ചെയ്യുന്ന പണി പോയി ചെയ്താൽ മതി. ചിലപ്പോൾ അത്ര പോരായിരിക്കാം, ഒരുപാട് പൈസ കിട്ടേണ്ടി വരും, ഫെയിം ആഗ്രഹിക്കുന്നുണ്ടാവും, അത്യാവശ്യം നല്ലൊരു ലക്ഷറി ലൈഫൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാവും. അപ്പൊ മുസ്ലിങ്ങളെ ഇസ്ലാം മതം വിറ്റുകൊണ്ടും ഇസ്ലാം മതത്തിന്റെ പേരിൽ ഓരോ നുണ പറഞ്ഞുകൊണ്ടും പ്രചരിപ്പിച്ചുകൊണ്ടൊക്കെയാണ് വരുമാനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള കൂട്ടത്തിൽപ്പെട്ട കേരളത്തിലെ അടുത്ത ഒരു തലമുറ, നെക്സ്റ്റ് ജനറേഷൻ വരികയാണ്. ഈ ഒരു ടീം ഇപ്പോൾ ആരിഫ് ഹുസൈൻ ലിയാഖത്തിന്റെ പോലത്തെ വേറൊരു ജനറേഷൻ കൂടി ഈ വരുമാന മാർഗത്തിലേക്ക് വരുന്നുണ്ട്. അവരിൽ പെട്ടിട്ടുള്ള ഒരു ചെറുപ്പക്കാരന്റെ ഒരു വീഡിയോ ആണ്. അപ്പം നമുക്ക് മനസ്സിലാവും, സ്വാഭാവികമായിട്ടും ചില ആൾക്കാർ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ഫീൽഡിൽ, പൈസ ഉണ്ടാക്കി കാണുന്ന ഒരു ഫീൽഡിൽ സ്വാഭാവികമായിട്ടും മറ്റു ആൾക്കാർ വരുമല്ലോ അല്ലെ? പോലെ തീർച്ചയായിട്ടും. ഇപ്പോ ശരീരം വിറ്റ് ജീവിക്കുന്ന ആൾക്കാരുണ്ട്, അതുപോലെയുള്ള ഒരു കേസാണ് ഇത് എന്ന് പറയുന്നത്. കാരണം ഏത് രീതിയിൽ പൈസ ഉണ്ടാക്കാൻ എങ്ങനെ ഉപയോഗിക്കാന്നുള്ള ഒരവസ്ഥ, എങ്ങനെയെങ്കിലും പൈസ ഉണ്ടായാൽ മതി എന്നുള്ള ഒരു അവസ്ഥയ്ക്ക് എത്തുമ്പോൾ മനുഷ്യൻ പിന്നെ എന്താവും? ഇസ്ലാമോഫോബിയക്ക് എന്തായാലും മാർക്കറ്റ് ഉണ്ട്. നമ്മുടെ നാട്ടിലെ നല്ല ലോകത്ത് എല്ലായിടത്തും ഈ മുസ്ലിം വിദ്വേഷം പുലർത്തുന്ന സംഘടനകളുണ്ട്. നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ അതിന് രാഷ്ട്രീയപരമായിട്ടും അല്ലെങ്കിൽ വംശീയപരമായിട്ടും ഉയർത്തി കാണിക്കുന്ന RSSനെ പോലുള്ള സംഘടനകളുണ്ട്. അതിന് ഒരുപാട് അണികളുണ്ട്. അവർക്ക് ഇത്തരത്തിലുള്ള കൺസ്യൂം ചെയ്യാനുള്ള കോണ്ടന്റിന്റെ ആവശ്യമുണ്ട്. അപ്പൊ അത് മലയാളത്തിലാണെങ്കിലും വേറെ ലാംഗ്വേജിലാണെങ്കിലും അതിനൊക്കെ എന്തുണ്ട്? കൺസ്യൂമേഴ്സ്, അതിന്റെ ഉപഭോക്താക്കൾ ഇഷ്ടംപോലെയുള്ള മേഖലയാണ്. അപ്പൊ ഏതുപോലെ ഫോൺ ഇൻഡസ്ട്രി പോലെ. അപ്പൊ വൃത്തികേടാണ് കാണിക്കുന്നതെന്നുണ്ടെങ്കിലും അത് എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കുക, അങ്ങനെ ഒരു ആ സംഭവം എന്താ അറിയോ? ട്രെൻഡാണത്. ഇപ്പൊ നമുക്കറിയാം സോഷ്യൽ മീഡിയയിലൊക്കെ ഗേൾസ് ഒക്കെ ഒരുപാട് എക്സ്പോസ് ചെയ്തിട്ടൊക്കെ വീഡിയോ പൈസ ഉണ്ടാക്കുന്നുണ്ട്. ഈവൻ ഹസ്ബൻഡ് സ്വന്തം ഭാര്യനെ കൊണ്ട് പൈസ ഉണ്ടാക്കിപ്പിക്കുന്നുണ്ട് കേരളത്തില്. സത്യം സ്വന്തം കാര്യം പറയണത്, മലയാളികൾക്കിടയിൽ തന്നെ ഹസ്ബൻഡ് ഭാര്യയുടെ നഗ്നമായ രൂപം ശരീരം പ്രദർശിപ്പിച്ചുകൊണ്ടും വൾഗറായിട്ട് അഭിനയിപ്പിച്ചുകൊണ്ടും സഹോദരിമാരുടെ വരെ സ്വന്തം വീട്ടിൽ അച്ഛന്റെ അമ്മന്റെ കൂടെ വരെയുള്ള പ്രൈവറ്റ് മൊമെന്റ്സ് വരെ ഷൂട്ട് ചെയ്തിട്ട് പൈസ ഉണ്ടാക്കുന്ന ടീം കേരളത്തിലുണ്ട്. അപ്പൊ അതിന്റെ ഇടയിലുള്ള വേറൊരു ടീം, അതായത് ഏതോ ഒരു യുക്തിവാദി സ്ത്രീ മറ്റൊരു യുക്തിവാദി ആയിട്ടുള്ള ഒരു യുക്തിവാദി എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, കാരണം യുക്തി ഇല്ലാ വാദക്കാരാണ് അവര്. അപ്പോ ഇത്തരത്തിലുള്ള ഈ ഫ്രീ തിങ്കർ ആണെന്ന് സ്വയം അവകാശപ്പെടുന്ന ആൾക്കാരിൽ പെട്ടൊരു സ്ത്രീ വേറൊരു സ്ത്രീയുടെ വോയിസ് ലീക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നീ ഇങ്ങനെ വീഡിയോ ചെയ്താൽ മതി, ഇങ്ങനെ ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞാൽ മതി, ഈ മാസം എത്ര ഏണിംഗ് കിട്ടി, അപ്പൊ അടുത്ത മാസം ഇതിനേക്കാൾ കൂടുതൽ കിട്ടുന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അതുപോലെ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. അതെ അതെ, പിന്നെ ഇവരുടെ പേര് പറയുന്നതിൽ പ്രയാസമൊന്നുമില്ല. ജാമിദയെ കുറിച്ച് പറയാം. കാരണം എന്താ അറിയോ, ജാമിദ ഓൾറെഡി കേരളം മൊത്തം ഒരു സംഗിണിയാണെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യം. സംഗിണിയാണ്, വിഷമാണ്. സംഗിണി എന്ന് പറയുമ്പോഴും അത് കുറഞ്ഞു പോകും. സംഗിണി എന്ന് പറഞ്ഞത് ബേസിക്കലി അസലിൽ വിഷമാണെന്നുണ്ടെങ്കിലും അതിൽ കൂടുതൽ പക്ഷേ ചിലപ്പോ RSSോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വംശീയ കക്ഷികളോ പുറത്ത് നിന്ന് പറയാൻ മടിക്കുന്ന പലതും പറയുന്ന ആൾക്കാര്, അതിനേക്കാൾ കൂടുതൽ വിഷം വമിപ്പിക്കുന്ന വർത്തമാനം പറയുന്ന ആൾക്കാര്, അങ്ങനെ പറയാം അല്ലെ? നമുക്ക് എന്തായാലും ഇത് മാർക്കറ്റുള്ള മേഖല ആയതുകൊണ്ട് കുറെ ആൾക്കാർ ഈ പരിപാടിയിൽ എന്ത് ചെയ്യുന്നുണ്ട്. ഞാൻ പറയട്ടെ, വേറെ സെറ്റപ്പ് പറഞ്ഞ ഞാൻ ഒരു സജഷൻ പറയാം. ഇപ്പോ നമ്മള് സാധാരണ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോ ഇനി എന്താണ് ഫ്യൂച്ചർ എന്നുള്ള രീതിയിലുള്ളൊരു ചർച്ചയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഓർമ്മ ഉണ്ടോ? ഹാളിലൊക്കെ ഇരുത്തി നിങ്ങൾക്ക് ആരാകണം, ഇനി നാളെ വേണേ നമുക്ക് എക്സ് മുസ്ലിം എക്സ് മുസ്ലിംസ്. ഓക്കെ, എക്സ് മുസ്ലിം വിദേശത്തും കേരളത്തിലും മാർക്കറ്റുള്ള ടീം അതാണ്, എന്താണ് ജോലിയാണ്, നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാം. അതൊക്കെ സാധ്യതയുണ്ട്, അങ്ങനത്തെ ഒരു സംഭവമാണ് ഇത്. അത്രേ ഉള്ളൂ. ഭാവിയില്
ഇപ്പൊ ഇന്ന് നമുക്ക് ചില സ്ട്രീമേഴ്സ് ഒക്കെ അവരുടെ സ്വകാര്യ വരുമാനം എത്രയാണെന്ന് കാണിച്ചിട്ടുണ്ട്. അത് ലക്ഷങ്ങളോളം വരുന്നുണ്ട്. അപ്പൊ മലയാളത്തിലുള്ള തന്നെ ചില ആൾക്കാർ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ 50,000 വെച്ച് അവരുടെ അക്കൗണ്ട് ബാലൻസ് വരെ കാണിച്ചിട്ടുള്ള വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഭാവിയിൽ ഇത് ഒരു മേഖലയായിട്ട് വരികയാണെങ്കിൽ അതിനെ ഇരട്ടി കൂടുകയല്ലാതെ കുറയില്ലല്ലോ. കാരണം സാധ്യതകൾ കൂടുകയാണ്. അപ്പൊ ഈ അവസരത്തിൽ ഇതൊരു നല്ലൊരു കരിയർ ഓപ്ഷൻ ആക്കി എടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പോ ശരീരം വിറ്റ് ജീവിക്കാന്ന് പറഞ്ഞ പോലെ അങ്ങനെ ഒരു ഇതാണ്. നമ്മൾ വീഡിയോ ചെയ്യാനുള്ള കാരണം അത് പറയാം. വീഡിയോ ചെയ്യാനുള്ള കാരണം ഇത് കണ്ടിന്യൂസ് ഇങ്ങനെ ഇതൊരു വരുമാന മാർഗമായത് കൊണ്ടും ആൾക്കാർ വേറെ പണിക്കൊന്നും പോവാതെ ഇതിൽപ്പെട്ട പുതിയ തലമുറപ്പെട്ട ഈ രീതിയിൽ അടുത്ത് ആരിഫിന്റെ പോലെ പൈസ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ടീമിൽപ്പെട്ട ഒരു ചങ്ങായിയുടെ ഭാര്യ അറബിക് സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്. അത് പോകാതെ അറിയാലോ, അറബിക് സ്കൂളിൽ പഠിപ്പിക്കുന്നത്. അറബിക് ജമാഅത്തിന് അണ്ടറിലുള്ള ഒരു ഖുർആൻ പഠന കേന്ദ്രത്തിൽ ഖുർആൻ പഠിപ്പിക്കുന്ന ആളാ. ഭാര്യ ഭർത്താവിന് പണി എന്താ? ഭർത്താവിന്റെ പണി രണ്ടുപേരും മതം ജീവിക്കുന്നത്. കഴിക്കുന്ന ഭക്ഷണം എങ്ങനെയാണ് എത്തുന്നത്? ഒരാള് ഖുർആൻ പഠിപ്പിച്ചിട്ട് വരുമാനം ഉണ്ടാക്കുന്നു, അതുകൊണ്ട് പൊറാട്ട വാങ്ങുന്നു. ഒരാൾ ഖുർആനെ അവഹേളിച്ചുകൊണ്ട് പൈസ ഉണ്ടാക്കുന്നു, അവിടെ ചിക്കൻ വാങ്ങുന്നു. രണ്ടും കൂടി അടിച്ചു കൂട്ടും. അതാ പരിപാടി. അങ്ങനെ കഴിക്കുന്ന ആൾക്കാരാ ഇത്. നമ്മള് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വല്ലാഹു ഉദ്ഉ ഇലാ ദാരിസ്സലാം. അല്ലാഹു നമ്മളെ നേർമാർഗത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതിലേക്ക് വിളിക്കാന്നുള്ളത് മാത്രമാണ് നമ്മള് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഫെയിമിന്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് വി ഡോണ്ട് കെയർ അബൌട്ട് ഇറ്റ്. ഓക്കെ, ഇവൻ നമുക്ക് അങ്ങനൊന്നും ആവശ്യമൊന്നുമില്ല. അത് നമുക്ക് ആവശ്യമൊന്നുമില്ല. നമ്മൾ കാര്യം പറയാ, കേൾക്കുന്ന ആൾക്കാർക്ക് ഇതൊക്കെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായത്. ഇപ്പൊ നമുക്ക് ഈ കാണാൻ പോകുന്ന വീഡിയോ ഓൾറെഡി ഞാൻ വീഡിയോ ഫുള്ള് കണ്ടിട്ടുണ്ടോ? ഞാൻ ഷോർട്ട് അയച്ചിട്ടുണ്ട്. ആ വീഡിയോയില് ഇവൻ ഇവന് നോണ എന്ന് പറഞ്ഞ പോലെ ഭയങ്കര നോണ, പച്ച നോണ. ഒരു മനുഷ്യന് നോണ പറയുന്ന ഒരു ലിമിറ്റ് ഉണ്ടല്ലോ. അങ്ങനെ അത് മാത്രല്ല, നീ ശ്രദ്ധിച്ച് കേട്ടോ, ഈ വീഡിയോ കേട്ടോ, അത് നീ ഫുള്ള് കേട്ടോ മനസ്സിലാവും. ഇവൻ എവിടെ ഒരു തീവ്രവാദ സംഘടനയിൽ പഠിച്ച പോലെ ഫീൽ ചെയ്യുന്നത്. ഇവൻ പറയുന്നുണ്ട് കേട്ടോ, ഇവൻ ഏതോ ഒരു അതെ, ഞാനും അത് കേട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒരിക്കലും എക്സ്പീരിയൻസ് ചെയ്യാതെ, ഇപ്പൊ ഞാനും കുറച്ചു കാലമാണെങ്കിൽ കുറച്ചു കാലം ദർസിൽ പോയിട്ടുള്ള ആളാണ്. പല 2 സംഘടനയുടെ ദർസിൽ ഞാൻ പോയിട്ടുണ്ട്. ഒരു മുജാഹിദ് സംഘടന ദർസിലും പോയിട്ടുണ്ട്. അതേപോലെ തന്നെ കേരള ജമിയത്തുൽ ഉലമയുടെ സംഘടനയിലും ദർസിലും ഞാൻ പോയിട്ടുണ്ട്. അപ്പൊ പല ദർസുകളിൽ നമ്മൾ പോയിട്ടുള്ള ആളാണ്. അപ്പൊ നമ്മളൊന്നും കേൾക്കാത്ത ചർച്ചകളാണ് ഇവര് പറയുന്നത്. ഇതിലെ സംഭവം എന്താ അറിയോ? ഇവ വെക്കുന്ന ആരോപണങ്ങള് മുസ്ലിം സമുദായത്തിനിടയിലൊക്കെയുള്ള വലിയ വലിയ ആരോപണങ്ങളാണ്. അത് നമുക്ക് കേൾക്കാം. ഞാനൊരു കാര്യം തുറന്നു പറയാം. ഈ ആരോപണങ്ങൾക്ക് അവന് കൃത്യമായിട്ട് പറയണം. അല്പം നാണോ മാനോ ഉണ്ടെങ്കിൽ നുണ പറഞ്ഞിട്ട് വരുമാനം ഉണ്ടാക്കാനും ഫേമസ് ഇതിൽ ആ വീഡിയോയിൽ പറയുന്നത് ഞാൻ ഉദാഹരണമാണെന്ന് പറയുന്നില്ല. അല്ലെങ്കിൽ ഇത്രയധികം സമൂഹത്തിന് ഭീഷണിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്സ് വെക്കുമ്പോൾ അത് ആരാണെന്ന് പറയുന്നത് നാഷണൽ സെക്യൂരിറ്റി ആയിട്ടും അതേപോലെ തന്നെ സോഷ്യൽ സെക്യൂരിറ്റി ആയിട്ടൊക്കെ ബാധിക്കുന്ന വിഷയമാണ്. അപ്പൊ അത് പറയേണ്ടത് അത്യാവശ്യമാണ്. അത് ആരാണ്, അല്ലെങ്കിൽ ഏത് ആൾക്കാരാണ് അത് ചെയ്തിട്ടുള്ളത്, അത് പറഞ്ഞിട്ടുള്ളത്, ഇത്തരം വലിയ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ. ഈ ആരോപണം കേൾക്കാം. ഇപ്പൊ കേൾക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവില്ല എന്താണ് ആരോപണങ്ങൾ എന്ന്. ഞങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്ത് പറഞ്ഞു തന്നെ ഉള്ളൂ. നമുക്ക് ഓരോന്നായിട്ട് ഇൻഷാ അല്ലാഹ് തുടങ്ങാം.